ഹായ്, എല്ലാവർക്കും വിഷ്ണുശാലിനിയുടെ പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിഷ്ണു അവിടെ സെറ്റിയിലിരിക്കുന്ന കാണുമ്പോൾ ചന്ദ്രബോസ് ഒന്ന് പേടിക്കുന്നുണ്ട്. നിനക്കെന്താടാ ഇവിടെ കാര്യമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തമ്മിലൊരു കൂടിക്കാഴ്ച വേണമെന്ന് നിനക്കല്ലായിരുന്നു നിർബന്ധം, അതിത്തിരി നേരത്തെ ആയിപ്പോയി, ഇങ്ങനെ ആയിപ്പോയി, ആ പെൻഡ്രൈവ് ഇങ്ങനെ താന്ന് പറയുകയാണ്. അന്നേരം ഏത് പെൻഡ്രൈവ് എന്നൊക്കെ ചോദിച്ച് ചന്ദ്രബോസ് വിഷ്ണുവിനെ അടിക്കാനായിട്ട് ചെല്ലുമ്പോൾ കാല് കൊണ്ട് ഒറ്റ ചവിട്ട് കൊടുക്കുകയാണ് ചന്ദ്രബോസിനെ വിഷ്ണു. അന്നേരം ആ ഒരു ഇടി ചവിട്ട് കൊണ്ട് ചന്ദ്രബോസ് അങ്ങ് താഴെ വീഴുന്നുണ്ട്. തുടർന്ന് ആ രണ്ട് ഗുണ്ടകൾ ഒക്കെ ചേർന്ന് വിഷ്ണുവിനെ അടിക്കാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ വിഷ്ണു എല്ലാവരെയും അങ്ങ് അടിച്ച് നിലംപരിശാക്കുകയാണ് രണ്ടുപേരെയും. തുടർന്ന് ചന്ദ്രബോസിനോട് പറയുന്നുണ്ട്, നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം, ആ പെൻഡ്രൈവിങ് താ എന്ന് പറയുമ്പോൾ എവിടെ നിർത്താൻ, ഒന്നും നിർത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസ് വീണ്ടും വിഷ്ണുവിനെ അടിക്കാനായിട്ട് വരികയാണ്. പക്ഷേ വിഷ്ണു ആണെങ്കിൽ വിടാനുള്ള ഫാമില്ല, ചന്ദ്രബോസിനെ നന്നായിട്ട് പെരുമാറുന്നുണ്ട്. അടികൊണ്ട് പേടിച്ച് ആ ഗുണ്ടകൾ ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് അവസാനം സെറ്റിയിലേക്ക് ഇങ്ങനെ ചന്ദ്രബോസിനെ ഇങ്ങനെ ഇടിച്ച് ഇരുത്തിയിട്ട് കാല് ഇങ്ങനെ കഴുത്തിൽ വെക്കുകയാണ്. എന്നിട്ട് ഇനിയും വേണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്നിങ്ങനെ പറയുകയാണ്. എങ്കിൽ ആ പെൻഡ്രൈവ് ഇങ്ങ് താ എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ പെൻഡ്രൈവ് ഒന്നും ഇല്ല എന്ന് പറയുകയാണ് ആദ്യം ചന്ദ്രബോസ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ഇല്ല അല്ലേ എന്ന് പറഞ്ഞിട്ട് തൻ്റെ കയ്യിലെ വള ഇങ്ങനെ ഊരുകയാണ്. വള ഇങ്ങനെ ഊരിയിട്ട് അതിങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ചന്ദ്രബോസിനെ മുഖത്തേക്ക് ഇടിക്കാനായിട്ട് ഓങ്ങുന്നുണ്ട്. അപ്പോൾ ഇടി കിട്ടി എന്നുള്ള ഒരു ആഘാതത്തിൽ ചന്ദ്രബോസ് ആന്ന് പറഞ്ഞ് വിളിച്ച് പുറകോട്ട് മാറുകയാണ്. പക്ഷേ വിഷ്ണു ഇടിക്കുന്നില്ല. ഈ വളയും നിൻ്റെ മുഖവും തമ്മിൽ ഒരു ചാണകലത്തിൻ്റെ വ്യത്യാസമില്ല, ഈ അടയാളം നിൻ്റെ മുഖത്ത് വേണമെന്ന് ചോദിക്കുകയാണ്. അന്നേരം വേണ്ടാന്ന് പേടിച്ച് പറയുമ്പോൾ എങ്കിൽ ആ പെൻഡ്രൈവിങ് താന്ന് പറയുകയാണ്. തുടർന്ന് ചന്ദ്രബോസ് പോക്കറ്റിൽ നിന്നും പെൻഡ്രൈവ് എടുത്ത് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അന്നേരം ഇതിത്തിരി നേരത്തെ ആയിക്കൂടായിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഇനി നമുക്ക് കോടതിയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് ഒരടി കൂടി കൊടുക്കുകയാണ്. അതിനുശേഷം പെൻഡ്രൈവുമായിട്ട് വിഷ്ണു അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് ആകെ ദേഷ്യം വരുന്ന ചന്ദ്രബോസ് ആണെങ്കിൽ അവിടെ ഇരുന്ന മദ്യക്കുപ്പിയോടുകൂടി എടുത്തങ്ങ് കുടിക്കുകയാണ്. പക്ഷേ ചന്ദ്രബോസ് വിഷ്ണുവിനെ വിടാനായിട്ട് ഭാവമില്ല. ചന്ദ്രബോസ് പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് പറയുകയാണ്, CA ചന്ദ്രബോസാണ്, സത്യഭാമയുടെ മകൻ വിഷ്ണു എൻ്റെ വീട് ആക്രമിച്ചു, ഭാര്യയും കുട്ടികളെയും ഒക്കെ ആക്രമിച്ചു, അവനിവിടെ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ, വിടരുത് എന്ന് പറയുകയാണ്. അങ്ങനെ വിഷ്ണുവിനെ പൊക്കാനാണ് പോലീസുകാർക്കുള്ള നിർദ്ദേശമാണ് അവിടെ ചന്ദ്രബോസ് കൊടുക്കുന്നത്. തുടർന്ന് വെളിയിലേക്കൊക്കെ ഇറങ്ങി നോക്കിയിട്ട് ചന്ദ്രബോസ് പറയുന്നുണ്ട്, നീ കോടതിയിലല്ലേ, എങ്ങും കാണാൻ പോകുന്നില്ല, പുറം ലോകം പോലും ആ പെൻഡ്രൈവ് കാണാൻ പോകുന്നില്ല, പോലീസുകാരൻ്റെ വീട്ടിൽ കയറി കളിച്ച സ്ഥിതിക്ക് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ കെണി എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രബോസ് മനസ്സിൽ പറയുകയാണ്. തുടർന്ന് പിറ്റേന്ന് രാവിലെ ഹോസ്പിറ്റൽ റൂമാണ് കാണിക്കുന്നത്. അവിടെ പ്രീതി ഇങ്ങനെ ഓർമ്മയില്ല, ബോധം കെട്ട് കിടക്കുന്നുണ്ട്. ശാലിനി ആണെങ്കിൽ വിഷ്ണുവിനെ ഫോൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്, പക്ഷേ കിട്ടുന്നില്ല. ഇതിനിടയ്ക്ക് പ്രീതി ആണെങ്കിൽ കണ്ണ് തുറക്കുന്നുണ്ട്, പക്ഷേ ശാലിനി അത് കാണുന്നില്ല. തുടർന്ന് നഴ്സ് വന്ന് നോക്കുമ്പോൾ ആഹാ കണ്ണ് തുറന്നല്ലോ എന്ന് പറയുമ്പോഴാണ് ശാലിനി അത് കാണുന്നത്. തുടർന്ന് പ്രീതി ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് നഴ്സ് അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് പ്രീതി ചോദിക്കുകയാണ്, ഞാൻ എവിടെയാണ് ശാലിനിയും ചോദിക്കുമ്പോൾ ഹോസ്പിറ്റലിലാണ്, ഇന്നലെ സുസ്മിതയോട് സംസാരിച്ചതൊക്കെ ഓർമ്മയുണ്ടോ ചോദിക്കുകയാണ്. അന്നേരം എനിക്കെല്ലാം ഓർമ്മയുണ്ടോ എന്ന് പറയുമ്പോൾ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നതിനിടയ്ക്ക് നീ തല ഇറങ്ങി വീണു, സുസ്മിത തന്ന ചായയിൽ മയക്കുമരുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഇന്നല്ലേ കോടതിയിൽ മൊഴി കൊടുക്കേണ്ടത്, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ആ ഷീറ്റൊക്കെ മാറ്റിയിട്ട് പ്രീതി ചാടി എഴുന്നേൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നഴ്സ് ഡോക്ടറെയും കൂട്ടി വരുന്നുണ്ട്. അന്നേരം എവിടെ പോകുന്നു ചോദിക്കുമ്പോൾ കോടതിയിൽ മൊഴി കൊടുക്കണമെന്ന് പറയുകയാണ്. അന്നേരം 48 hours മയക്കുമരുന്നിൻ്റെ ആ ഒരു എഫക്റ്റ് കാണും, ബെഡ് റെസ്റ്റാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, എങ്ങോട്ട് പോകണ്ട എന്നാണ് ഞാൻ പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ ജീവനറ്റ് വീഴും എന്ന് പറഞ്ഞാൽ ഞാൻ പോകും ഡോക്ടർ, താലി കെട്ടിയ ഭർത്താവിനെ കൊക്കയിലേക്ക് ചവിട്ടി താഴ്ത്തുകയും എൻ്റെ തല കരിങ്കല്ലിൽ ഇടിച്ച് എന്നെ കോമ സ്റ്റേജിലാക്കുകയും ചെയ്ത ആ രക്തയക്ഷിയെ പുറം ലോകത്തിന് കാണിച്ചു കൊടുക്കണം. അർദ്ധസത്യങ്ങൾ കൊണ്ട് കോടതിയുടെ കണ്ണ് കെട്ടുന്ന അമീർ അബ്ദുള്ളയല്ല, എൻ്റെ അർജുനേട്ടനാണ് ശരിയെന്ന് എനിക്ക് കാട്ടിക്കൊടുക്കണം ഡോക്ടർ എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ ഡോക്ടർ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അത് അത്രേ കാണിക്കുന്നുള്ളൂ. അപ്പം ഡോക്ടർ സമ്മതിക്കുകയാണ് പോകാം എന്നുള്ളത്. ഇതേസമയം ശാരദാമ്മയാണെങ്കിൽ വീണ്ടും ജോലിയൊക്കെ അന്വേഷിച്ചിങ്ങനെ നടക്കുകയാണ്. അന്നേരം തുടർന്ന് അമ്മ വീട് എന്നൊരു ഹോട്ടലിലേക്ക് കയറുകയാണ്. അന്നേരം എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഒരു ചായ എന്ന് പറഞ്ഞ് അവിടേക്ക് ഇരിക്കുന്നുണ്ട്. കരുണാകരൻ നായർ എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ് അത്. അന്നേരം ചായയ്ക്ക് ഓർഡർ പറഞ്ഞിട്ട് ശാരദാമ്മ ഇങ്ങനെ ചുറ്റുമൊക്കെ ശ്രദ്ധിക്കുകയാണ്. ഈ സമയത്ത് ഈ കരുണാകരൻ നായരുടെ മകള് വരുന്നുണ്ട്. മകള് ഡോക്ടറാണ്, സ്വന്തമായിട്ടൊരു ക്ലിനിക്കൊക്കെ നടത്തുന്ന കുട്ടിയാണ്. അന്നേരം മോള് വരാമെന്ന് താമസിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ വന്ന് ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് കരുതി എന്നൊക്കെ പറഞ്ഞ് സമയത്താണെന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ ഇരുന്ന ആ സീറ്റിനടുത്തേക്ക് തന്നെ ഇരിക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ ഇങ്ങനെ നോക്കിയിട്ട് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എനിക്ക് കുടുംബശ്രീ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, മോൾ അവിടെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ കേട്ടിട്ടുണ്ട്, അവിടേക്ക് വരാൻ സാധിച്ചിട്ടില്ല, എൻ്റെ ക്ലിനിക്കിൽ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. തുടർന്ന് അവർക്ക് രണ്ടുപേർക്കും ഓരോ ചായ ഉണ്ടെന്ന് കൊടുക്കുമ്പോൾ ആദ്യം കുടിക്കുമ്പോഴേ ശാരദാമ്മയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് ശാരദാമ്മ അങ്ങ് മാറ്റിയിരിക്കുകയാണ്. അതേസമയം ഈ കരുണാകരൻ നായരുടെ മകൾ കുടിക്കുമ്പോൾ എന്താ അച്ഛാ ഇത്, ഗ്ലാസ് കഴുകിയ വെള്ളമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പുതിയ ഒരാളാണ്, പഠിച്ചു വരുന്നതേ ഉള്ളൂ എന്ന് ഈ കരുണാകരൻ നായർ പറയുന്നുണ്ട്.
അന്നേരം അയാൾ പഠിക്കുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യണോ, എന്താ ഇത്, എല്ലാവർക്കും ഇതാണോ കൊടുക്കുന്നതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ്. എനിക്കിനി ഒന്നും വേണ്ട, ഇന്നത്തെ ദിവസമേ പോയി, മൂഡ് പോയി എന്നൊക്കെ പറഞ്ഞ് ഈ മകളങ്ങ് ഡോക്ടർ കുട്ടി എഴുന്നേൽക്കുകയാണ്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, മോൾക്കിപ്പോൾ എന്താ വേണ്ടത്, ഒരു ചായ അല്ലേ, അടുക്കള എവിടെയാണെന്ന് കാണിച്ചു തന്നാൽ ഞാനൊന്ന് നോക്കാമെന്ന്. അന്നേരം അവിടെയാണ് എന്നിങ്ങനെ ആ കുട്ടി ചൂണ്ടി കാണിക്കുന്നുണ്ട്. തുടർന്ന് ഈ കരുണാകരൻ നായരും ചോദിക്കുന്നുണ്ട് ആരാണെന്ന്. അന്നേരം ശാരദാമ്മ എന്നാണ് പേര്, സ്വന്തമായിട്ട് ഹോട്ടലൊക്കെ ഉണ്ട് എന്ന് ഈ ഡോക്ടർ കുട്ടി പറയുകയാണ്. തുടർന്ന് ശാരദാമ്മ പോയി അടുക്കളയിൽ പോയി ചായയൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പോഴത്തേക്കും ഈ കരുണേട്ടൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്, ഈ കരുണേട്ടൻ മോളോട് കല്യാണ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അന്നേരം ആദ്യം എന്തോ അഫെയർ ഉണ്ടായിട്ട് പിന്നീട് അത് പരാജയപ്പെട്ട ഒരു ഭാവമാണ് ഈ കുട്ടിക്ക്. അന്നേരം ഞാൻ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥയാണെന്നൊക്കെ പറയുമ്പോൾ ആദ്യത്തേത് അങ്ങനെയാണെന്ന് കരുതി, എല്ലാവരും അങ്ങനെയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശാരദാമ്മ ചായയുമായിട്ട് വരികയാണ്. ആ ചായ കൊണ്ടുവന്നങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിങ്ങനെ മൂക്കിനോട് ചുണ്ടിനോട് അടുപ്പിക്കുമ്പോഴേ ആ മണം കേട്ടിട്ട് മണം അങ്ങ് ആസ്വദിക്കുകയാണ്. അന്നേരം എങ്ങനെയുണ്ട് ചായ എന്ന് ചോദിക്കുമ്പോൾ ടേസ്റ്റ് ചെയ്യാൻ, രുചിച്ച് നോക്കാനൊന്നുമില്ല, ഇത് നല്ല അസല് തറവാടിയാണ്, നല്ല ചായ, ശാരദാമ്മയ്ക്ക് ദക്ഷിണ കൊടുത്ത് ഇവിടുത്തെ പാചകക്കാരോടൊക്കെ ശാരദാമ്മയുടെ കയ്യിൽ നിന്നും പാചകം പഠിക്കാൻ പറയും എന്നൊക്കെ ഈ കുട്ടി പറയുന്നുണ്ട്. അന്നേരം ഹോട്ടലുള്ളത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ ശാരദാമ്മയെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചേനെ എന്നൊക്കെ കരുണാകരന്മാർ പറയുമ്പോൾ ഹോട്ടലൊക്കെ പണ്ടായിരുന്നു സാറേ, ഇപ്പോൾ ഒരു ജോലി അന്വേഷിച്ച് നടക്കുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ എങ്കിൽ പിന്നെ ശാരദാമ്മയ്ക്ക് ഇവിടെ നിന്നൂടെയെന്ന് ഡോക്ടർ മോൾ ചോദിക്കുകയാണ്. അന്നേരം എനിക്കിവിടെ ജോലി കിട്ടുമോ എന്ന് ശാരദാമ്മയും ചോദിക്കുമ്പോൾ പിന്നെന്താ വന്നോളൂ എന്നിങ്ങനെ കരുണേട്ടനും പറയുകയാണ്. അന്നേരം സാറേന്ന് ഇനി വിളിക്കണ്ട, കരുണാകരൻ നായർ എന്നാണ് എൻ്റെ പേര്, എല്ലാവരും എന്നെ കരുണേട്ടൻ എന്ന് വിളിക്കൂ എന്ന് പറയുകയാണ്. തുടർന്ന് ചായക്കാശ് അവിടെ വെച്ചിട്ട് നാളെ മുതൽ ജോലിക്ക് വരാൻ കുട്ടികളോടൊക്കെ ഒന്ന് പറഞ്ഞിട്ടെന്ന് പറഞ്ഞ് ശാരദാമ്മ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ശാരദാമ്മ നിന്നേ ഞാനും ആ വഴിക്കാണെന്ന് പറഞ്ഞ് ഈ ഡോക്ടർ മകളും കൂടെ ഇറങ്ങുന്നുണ്ട്. തുടർന്ന് ഇറങ്ങാൻ നേരം മോള് ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല എന്ന് കരുണാകരൻ നായർ ചോദിക്കുമ്പോൾ ഇപ്പോഴേ മറുപടി വേണമെന്ന് ചോദിക്കുകയാണ്. അന്നേരം ആദ്യം മോള് കുടിച്ച ചായ മോൾക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ, രണ്ടാമത് ശാരദാമ്മ കൊണ്ടുവന്ന ചായ ഇഷ്ടപ്പെട്ടല്ലോ, എല്ലാവരും ഒരേ തരത്തിലുള്ള ആൾക്കാരല്ലല്ലോ എന്ന് പറയുമ്പോൾ കുട്ടിയുടെ മനസ്സൊക്കെ ഒന്ന് മാറുകയാണ്. അന്നേരം എന്തായാലും അച്ഛൻ അവരോട് വരാൻ പറയുക, എന്തായാലും ചെറുക്കനെ ഒന്ന് കണ്ടുകളയാം, ഞാൻ സമ്മതിച്ചു എന്നും പറഞ്ഞ് എല്ലാം അങ്ങോട്ട് തീരുമാനിക്കേണ്ട എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ശാരദാമ്മയ്ക്ക് സന്തോഷമാവുകയാണ്. തുടർന്ന് അവർ രണ്ടുപേരും കൂടിയാണ് ഇറങ്ങുന്നത്. ഇതേസമയം കരുണാകരൻ നായർ ബ്രോക്കറെ വിളിച്ച് പറയുന്നുണ്ട് അവരോട് വരാൻ പറഞ്ഞുതരാം, ചെറുക്കൻ്റെ ഫോട്ടോ ഇങ്ങോട്ട് അയക്കാനായിട്ട്. അതേസമയം ശാരദാമ്മയും മൊത്തം കാറിലൊക്കെ സംസാരിച്ച് ഈ ഡോക്ടർ ശാരദാമ്മയും കൊണ്ട് പോവുകയാണ് അവിടെ ഇറക്കാനായിട്ട്. തുടർന്ന് ഈ കരുണാകരൻ നായരുടെ ഫോണിലേക്ക് ബ്രോക്കർ ഫോട്ടോ അയക്കുന്നുണ്ട്. വരുന്നതോ രാജീവിൻ്റെ ഫോട്ടോയാണ് വരുന്നത്. അന്നേരം രാജീവ് രംഗനാഥ് കോളേജ് ലെക്ചർ, പയ്യനെ കണ്ടിട്ട് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഈ കരുണാകരൻ നായർ പയ്യൻ്റെ ഫോട്ടോ നോക്കിയിരിക്കുകയാണ്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ്. അപ്പോൾ ഇനി അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.